എവറി ആസ്പെക്ട് സിമ്പിൾ ആക്കുകയും മോഡേണൈസ് ചെയ്യുകയും പഴയ പോലെ എടുക്കുകയാണ്. It has replaced traditional flatbed. Flatbed എന്ന് പറഞ്ഞാൽ നമ്മുടെ figures ആണ്. Flatbed celluloid film എടുക്കുന്നതിനേക്കാളും ഏറ്റവും മോഡേണൈസ് ചെയ്യും. ആ ഫിലിം പോലും ഇതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. നമ്മുടെ പഴയ VCD ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ആ പ്ലെയർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ സോഫ്റ്റ്വെയർ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇതാക്കി കൊടുക്കാം. ഈവൺ അതുപോലെ എൻ്റെ നെയ്ബറുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. പഴയ കാൻസെപ്റ്റ് ആയാലും വീഡിയോ ആയാലും സ്നാപ്ഷോട്ട് ആയാലും ഒക്കെ എടുത്ത് തന്നെ വീഡിയോ ആയിരുന്നു. ഇവർക്ക് അത്രയായിട്ട് അറിയുള്ളൂ, ഇവരൊന്നും അറിയില്ല. ഈവൻ ഇറ്റ്സ് ഗുഡ് മണി യൂസ് എഡിറ്റിങ്ങിൻ്റെ പോസിബിലിറ്റി അത്ര അറിയാം. അതിന് പുറമെ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫോക്ക് മീഡിയ പഠിക്കണതാണ്, MA പഠിക്കണം ഫോക്ക്. ഈ പയ്യൻ ഇതേപോലെ ഒരു സ്പോട്ട് ഫിലിം കാണിച്ചാൽ, സ്പോട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു 30,000-40,000 സ്നാപ്ഷോട്ട് ചെയ്യും. സ്പോട്ടാണ് ഷോർട്ടാണ്, SHOT അല്ല, SHOT ആണ് ഷോർട്ട് ഫിലിം. ഇതിൽ ഒരു എലിയെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വടി എടുത്തിട്ട് എലി ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സാധനം ചെയ്തു. 40,000 സ്നാപ്ഷോട്ട്സ്, 40,000 പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. 40,000 ഫയൽസ് നമ്മൾ കയ്യിലുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇവിടെ ഇതേപോലെ ഫിലിമാക്കി. അവസാനം ഇവനൊരു തീക്കൊള്ളി എടുത്തിട്ട് ഈ എലിയെ പിടിക്കാൻ ഓടുന്നു. അവസാനം എലി എങ്ങനെയോ ചാടി ഇതാവുകയും ചെയ്തു. വീണ്ടും വന്ന് വാതിൽ തുറന്ന് പുറത്താകുന്നു, വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. സംഭവത്തിലുള്ള ഒരു ഇല്ലാതെ ചെറിയൊരു മ്യൂസിക് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഈ തീക്കൊള്ളിയുടെ കുറിച്ച് കൊണ്ട് ഇയാളിങ്ങനെ ഈ ലോക്ക് തുറക്കാൻ നോക്കും. എന്നിട്ട് അതിൻ്റെ കട്ട് ചെയ്ത് വിടുന്ന കുറച്ച് ഇതൊക്കെ ജമ്പ് ചെയ്ത് കൊടുക്കുക, അത് ഇങ്ങനെ നോക്കുക, അതങ്ങനെ പോവുക. ഇത് ഒന്ന് തിരുവനന്തപുരത്തെ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കണം. ക്യാമറ 70 Canon 70 ഇത് വെച്ചിട്ട് ഇവർ ചെയ്ത ഒരു 2 minutes ആണ് ഈ സാധനം ആകെ. പ്രദർശിപ്പിക്കാനത് സമ്മാനം കിട്ടിയോ അവാർഡ് കിട്ടിയോ ഒന്നും പ്രശ്നമില്ല. പ്രദർശിപ്പിക്കാൻ അനുമതി കിട്ടിയല്ലോ, അത് ഇതേപോലെ യു കെൻ ഓൾസോ ഡു സംതിങ്. അത് മൂവി ക്ലിപ്സ് അല്ല, ഷോർട്സ് ആണ്. ഷോർട്സ് എന്ന് പറയും സ്നാപ്പ് ഷോട്ട്സ്. സോ യൂട്യൂബ് ക്യാൻ ബി എ വീഡിയോ എഡിറ്റർ. Sure, name will come to you, money will come to you, society will start respecting you. Sure, provided സാധാരണക്കാരെ എഡ്യൂസ് പഠിക്കുന്നതിന് പ്രൊഫഷണൽ ഏതൊരു ഓപ്ഷൻ എവിടേക്ക് ഉണ്ട്, അത് എതിൽ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, അതിന് പുറമെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി കൂടെ ഒന്ന് ഫോസ്റ്റർ ചെയ്ത് ഉപയോഗിച്ചാൽ യു ക്യാൻ ബി റിയലി ഗുഡ്. ജോബാണ് ജോബ്, അതല്ല ജോബിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സാധനമാണ്. ഒന്നുമില്ല. ഇപ്പോൾ ഇയാൾ ഉണ്ടാക്കിയ ഈ സാധനം ഇവിടെ കാണുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി. 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് മൊബൈലിൽ ഉപയോഗിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ കുളിമുട്ടൊക്കെ പോയിട്ട് എടുത്ത സാധനം ഇങ്ങനെ ചെയ്യും. നിങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എവിടെയും കാണിക്കാൻ അത് ചെയ്യുമ്പോൾ ആ സംതൃപ്തി നിങ്ങളുടെ ഫ്രണ്ട്സിന് മൊബൈലിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് അത് യൂട്യൂബിലോ മറ്റ് വീഡിയോ ഷെയറിങ്ങിലോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിൽ മെയിൽ അയച്ച് കാണിച്ചു കൊടുക്കാം. ഗൾഫിലോ നിങ്ങൾ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാം. അതിലൂടെ സ്ലോലി നിങ്ങൾ പവർഫുൾ കേപ്പബിൾ എഡിറ്ററാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. Okay? Anyway, it's really interesting. And you can make money also. Then 86 ഒരു ഇന്റർഫേസ്. 86 ഇത് 86.5. 86 എഴുതുന്നു. 6.5 ഇന്റർഫേസ്. നേരത്തെ കാണിച്ചതല്ലോ അതേ സാധനം ഷുവർ ഓപ്ഷൻസ് പോകും. എഡ്യൂസ് പ്രോ 6.5 ആണ് പറയുന്നത്. എഡ്യൂസ് 6 പഠിച്ചാൽ മതി, ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ ഓപ്ഷൻസ് പോകും. അത് അഡ്വാൻസ് കോഴ്സ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, സ്മോൾ okay, so you can be successful professional or amateur. Professional ഇതൊരു ജോലി ചെയ്ത് കൂലി വാങ്ങി ജീവിക്കാനുള്ള അവസ്ഥയിലാക്കി നമ്മൾ എക്സലന്റ് ആയിട്ട് ചെയ്യണം. അമച്വർ എന്ന് പറഞ്ഞാൽ തൻ്റെ കലാപരമായ താല്പര്യം കൊണ്ട് മാത്രം പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇത് കൊണ്ടു നടക്കുന്നില്ല. രണ്ടായാലും എക്സലൻസ് ആവശ്യം. അങ്ങനെ എക്സലൻസ് വീഡിയോ എഡിറ്ററാക്കാൻ we can do it. It's a promise. It's a gentleman's promise. Believe us. Okay? And editor has a respectful position. ഞാൻ വീണ്ടും പറയുന്നു. സിംപ്ലി ഒരു സാധാരണ ഇവിടുത്തെ ലോക്കൽ ചെറിയ നമുക്കറിയാം, കോട്ടക്കൽ വിഷനോ എന്തുണ്ടായിരുന്നു, അവിടെ ഒരു പ്രോഗ്രാം അയച്ചാൽ മതി. നിങ്ങൾ ഏഷ്യാനെറ്റിലോ BBC-യിലോ മറ്റുള്ള ഒന്നുകിടണ്ട ഇതിലിട്ടാണോ എന്നിട്ട് അതിന് ടൈം നോട്ട് ചെയ്യുക, ഫയൽ വാങ്ങുക, അതിന് ഓഗ്മെന്റ് ചെയ്യുക. നിങ്ങൾ ഓൺ ചാനൽ ഉണ്ടാക്കുക. നെറ്റ് പൈസ കൊടുക്കണമല്ലോ, പൈസ കൊടുത്ത ചാനലുണ്ട് യൂട്യൂബ് വന്നോളൂ. അത് ഭയങ്കര സംഭവം. ക്രിയേറ്റീവ് അക്കാഡമിയുടെ കോഴ്സ് കൂടെ നമ്മൾ ചെയ്തോളൂ, ഒരു വിരോധമില്ല. സോ ഇമ്മൻസ് സ്കോപ്പാണ്.
immense growth. And you can speak to your society that you are capable of doing something. കലാപരമായിട്ട് ചിലത് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്, കണ്ടോളൂ എന്ന് പറയാൻ പറ്റിയ ഒരു സാധനം നിങ്ങൾ കഴിക്കുന്നു. കോപ്പി ചെയ്യാൻ മൊബൈൽ ഒരു കാർഡിൽ കോപ്പി ചെയ്ത മൊബൈൽ ഇട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കും. ഫ്രണ്ട്സ് ഈസി ആയിട്ട് അത് നമ്മൾ ക്ലോസപ്പ് എക്സിബിഷൻ പറയും. അതല്ലാതെ നെറ്റിലിടാം, നമ്മൾ ഈ നെറ്റ് ബേസ്ഡ് ഇന്റർനെറ്റ് എക്സിബിഷൻ. അതല്ലാതെ ഇവിടുത്തെ ലോക്കൽ ചാനൽ വേണമെങ്കിൽ കൊടുക്കാം, ഇടാം. അതുമല്ലാതെ ചാൻസ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, ഇതേപോലത്തെ എക്സിബിഷനിലോ എവിടെയും പോവാം. ഇറ്റ്സ് യുവർ അഡ്വാൻറ്റേജ്. പക്ഷേ ആ ഡോർ തുറന്നു തരാം, അതിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ we can do it. Okay, so this is what I have to say, and thank you very much. In case എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ടെക്കിനെ കോൺടാക്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആസ്ക് യുവർ ഫ്രണ്ട്സ് ഓൾസോ. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മോഡ്യൂൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ സെറ്റിഫൈഡ് ഒരു നല്ല സെമിനാർ എടുത്താൽ നിങ്ങൾക്ക് ബേസിക്കലി കുറേ ഐഡിയ കിട്ടും. പക്ഷേ കോഴ്സിന് എന്തായാലും ജോയിൻ ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറേ കൂടെ നല്ല ഓപ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ബേസിക് ഇന്റലിജൻസ് സെമിനാർ തന്നെ പങ്കെടുത്താലും നല്ല നോളജ് കിട്ടും. ഈവൻ കുറേ ഇൻട്രിക്കേറ്റ് ആയിട്ട് ഇവിടെ സാധാരണ എഡീസ് ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ, അതിലൊരു ഫ്ലോ ഉണ്ടാവേണ്ട യൂസ്, അത് മുഴുവൻ ഞങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായി. പ്രൊവൈഡഡ് യു കം സിറ്റ് വിത്ത് us, listen to us, practice it. Yeah? So make your own movie and show it to the world. Make your own movie and call it your life. Okay? First questions. Thank you very much.